PC ട്യൂഷൻ സെന്ററിലെ ഓൺലൈൻ ട്യൂഷൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ 10ാം ക്ലാസ്സുകാരുടെ ഇംഗ്ലീഷാണ് എടുക്കുന്നത്. ഇംഗ്ലീഷ് നമ്പർ സത്യജിത് റേയുടെ ദ പ്രൊജക്ട് ആൻസറാണ്. നമ്മൾ കഴിഞ്ഞ 2 ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ ഇൻട്രൊഡക്ഷൻ ആയിട്ടുണ്ടായിരുന്നു. സത്യജിത് റേ എങ്ങനെയാണ് ഹോളിവുഡിലെ ഫിലിമിനെ കുറിച്ചൊക്കെ ഡിസ്ക്രൈബ് ചെയ്തു വന്നു, എങ്ങനെയാണ് ബേർഡ്സിനെ കുറിച്ച്, എങ്ങനെയാണ് ആനിമൽസിനെ കുറിച്ചൊക്കെ ഫിലിമില് പിടിക്കണേന്ന് പറഞ്ഞു. പക്ഷെ ഇപ്പോ ഈ ഭാഗത്ത് നമ്മൾ പറയാൻ പോകുന്നത് അയാൾ പിടിച്ചതാണ്. സത്യജിത് റേ അയാളുടെ മെമ്മോയർ ആണെന്ന് നമ്മൾ പറഞ്ഞത് അല്ലെ. അയാളുടെ ഓട്ടോബയോഗ്രഫി നടത്തുന്ന അയാളുടെ ജീവിതത്തിൽ ഉണ്ടായ സംഭവം ഒരു ഫിലിമില് അയാൾക്ക് എത്രമാത്രം ബുദ്ധിമുട്ട് സംഭവിച്ചു എന്ന്. അയാൾ ഒരു അനിമലിനെ വെച്ച് ഷൂട്ട് ചെയ്യാൻ പോവുകയാണ്. അതിലെ നമ്മുടെ ക്യാരക്ടേഴ്സിനെ കുറിച്ച് കഴിഞ്ഞ ഭാഗത്തിൽ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ് അല്ലെ. ആരൊക്കെയുണ്ട്? ബഗ്ഗ ആൻഡ് ഗുപ്പി. ഈ ഗുപ്പിയും ബഗ്ഗ രണ്ടുപേരും ബാനിഷ്ഡ് ആയിരുന്നു. ബാനിഷ് വെച്ചതാണ് കിങ്ങിനാൽ, രാജാവിനാൽ നാട് കടത്തപ്പെട്ട 2 പേരാണ് ഗുപ്പിയും ബഗ്ഗയും. അങ്ങനെ ഗുപ്പിയും ബഗ്ഗയും 2 പേരും കാട്ടിൽ വെച്ച് ഒരുമിച്ച് കണ്ടുമുട്ടി. അങ്ങനെ അവർ ഒരുമിച്ച് കണ്ടുമുട്ടിയ സമയത്താണ് അവര് വേറൊരാളെയും കൂടി കണ്ടു. ആരെയായിരുന്നു? ഒരു ടൈഗറിനെ കാണാണ്. അവര് ഒരു ടൈഗർ ഇങ്ങനെ വന്നു പോകുന്ന രംഗം അവർ കണ്ടു. അവരങ്ങ് ഫ്രീസ് ആയിട്ട് പേടിച്ചിങ്ങനെ നിൽക്കണം. ഇതാണ് നമുക്ക് പിടിക്കേണ്ട സീൻ. സത്യജിത് റേ പറയാണ്, ഹാവിംഗ് തോട്ട് ഓഫ് ദ സീൻ. ഞാനിങ്ങനെ ആദ്യമായിട്ട് മനസ്സിൽ ഇങ്ങനെ ചിന്ത വരും അല്ലെ. ഇങ്ങനെ ഒരു സീനിനെ കുറിച്ച് അയാൾ മനസ്സിൽ കണ്ടപ്പോ ഐ സിംപ്ലി ഹാഡ് ടു ഷൂട്ട് ഇറ്റ്. അയാൾ വിചാരിച്ചെന്താണ്, സുഖാണിത്, ഷൂട്ട് ചെയ്യാലോ, ഒരു ടൈഗർ വന്ന്. പക്ഷെ ബട്ട് വെയർ വർ വി ഗോയിങ് ടു ഫൈൻഡ് എ ടൈഗർ? ഷൂട്ടിങ്ങിന് കഥയൊക്കെ എഴുതിയപ്പോ എളുപ്പമായിരുന്നു. ഇവരിങ്ങനെ കാട്ടിക്കൂടെ നടക്കുമ്പോ ഒരു ടൈഗർ വന്ന് ഇങ്ങനെ പോകണം. ടൈഗർ ഇവരൊന്നും ചെയ്യണ്ട, ടൈഗർ മനുഷ്യനായിട്ട് ഒന്നും ഇടപെടണ്ട, ടൈഗർ ഒന്നിങ്ങനെ നടന്നു വന്ന് പോകണം, ഇത്രയൊക്കെ ഉള്ളൂ. അപ്പൊ അത് നിസ്സാരാണെന്ന് വെച്ചു. പക്ഷെ കഥ എഴുതി കഴിഞ്ഞ് ഷൂട്ടിംഗ് തുടങ്ങാനായപ്പോഴാണ് സത്യജിത് റേ ചോദിച്ചു, എവിടെ നിന്നാണ് ഇങ്ങനെ ടൈഗറിനെ കിട്ടണ്ടേ, എവിടെ നിന്ന് കിട്ടുമെന്നു. The obvious things to do was to look. The obvious easy thing. ഏറ്റവും എളുപ്പം എന്താണ്? To do was to look in a circus. ഏറ്റവും എളുപ്പം എന്താണ്? ഒരു ടൈഗറിന് ആവശ്യമുണ്ട് ഷൂട്ടിങ്ങിന്, ഫിലിമിലെ ഒരു ടൈഗറിന് ആവശ്യമുണ്ടെങ്കിൽ ഏറ്റവും എളുപ്പം എന്താണ്? സർക്കസിൽ അന്വേഷിക്കാമെന്ന്. The obvious thing to do was to look in the circus since they were likely to have trained animals. കാരണം എന്താണ്? സർക്കസിൽ ട്രെയിൻ ചെയ്ത ടൈഗർ ഒക്കെ ഉണ്ടാവും അല്ലെ. സാധാരണ നമ്മൾ സർക്കസിൽ കാണാറില്ലേ, കുറെ സിംഹങ്ങള്, പുലികള്, കടുവ, എലിഫന്റ്സ്, ഹിപ്പോപ്പൊട്ടാമസ്, അങ്ങനെ കുറെ ഏത് മൃഗത്തിനെ വേണമെങ്കിൽ നമുക്ക് സർക്കസിൽ കിട്ടും. അതൊക്കെ ട്രെയിൻഡ് ആയിരിക്കുമെന്ന്. ആസ് എ മാറ്റർ ഓഫ് ഫാക്ട് അങ്ങനെ കാര്യങ്ങൾ ഒന്നുകൂടി സൗകര്യത്തിലായി. വൺ കോൾഡ് ഭാരത് സർക്കസ് വാസ് വിസിറ്റിംഗ് കൽക്കത്ത അറ്റ് ദാറ്റ് ടൈം. ആ സമയത്ത് ഭാരത് സർക്കസ് കണ്ടിട്ടുണ്ട് എല്ലാവരും. ഭാരത് സർക്കസിനെ കുറിച്ച് ഭാരത് സർക്കസ് ആ സമയത്ത് കൽക്കട്ടയിലേക്ക് വരുന്നുണ്ടായിരുന്നു. ഹോൾഡിംഗ് ഷോസ് ഇൻ മാർക്കസ് സ്ക്വയർ. മാർക്കസ് സ്ക്വയറിലെ ഒരു ഷോ നടത്താൻ വേണ്ടി ഭാരത് സർക്കസുകാർ അവിടേക്ക് വരുന്നുണ്ടെന്നുള്ള വിവരം അറിഞ്ഞു. വി സെൻഡ് സംവൺ ടു മേക്ക് ആൻ അപ്പോയിന്റ്മെന്റ്. അപ്പൊ വേഗം സത്യജിത് റേ എന്ത് ചെയ്തു? ഒരു അപ്പോയിന്റ്മെന്റിന് വേണ്ടി, ആ സർക്കസിലെ മാനേജറിനെ ഒന്ന് കാണാൻ വേണ്ടി ഒരു അപ്പോയിന്റ്മെന്റിന് വേണ്ടി ഒരാളെ പറഞ്ഞയച്ചു. വിച്ച് ഇസ് തമിഴ് മാനേജർ. ഭാരത് സർക്കസിന്റെ മാനേജർ ആയിരുന്നു, ഒരു തമിഴ് മാനേജർ ആയിരുന്നു. അയാളെ മീറ്റ് ചെയ്യാൻ വേണ്ടി ഒരാളെ വിടുകയാണ്. Then went to meet him one morning. അങ്ങനെ ആദ്യം ഒരാളെ വിട്ട് അപ്പോയിന്റ്മെന്റ് എടുത്തു. അവസാനം ഈ തമിഴ് മാനേജറെ കാണാൻ ചെല്ലുകയാണ്. He greeted us warmly. അവിടെ ചെന്നപ്പോ ഭാരത് സർക്കസിന്റെ മാനേജർ അവനെ ചെന്നു. വാം വെൽക്കം ആണ് ഓർഡേർഡ്. സൗത്ത് ഇന്ത്യൻ കോഫി ഫോർ us. അയാൾ എന്ത് ചെയ്തു? He greeted us warmly. നല്ല ഊഷ്മളമായിട്ടുള്ള വരവേൽപ്പ്, നല്ലൊരു സ്വീകരണമായിരുന്നു. ആൻഡ് ഓർഡേർഡ്, ഇവർ ചെന്നപ്പോ നല്ല സ്വീകരണം കിട്ടി. എന്നിട്ട് ഇവർക്ക് വേണ്ടി അയാൾ ഓർഡർ ചെയ്തു, ഒരു സൗത്ത് ഇന്ത്യൻ കോഫി ഓർഡർ ചെയ്തു. The manager heard the reason for our visit. അവിടെയും നമുക്കൊരു ക്വസ്റ്റ്യൻ വരാനുണ്ട്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് the conversation between the manager and the സത്യജിത് റേ. എല്ലാവരും എഴുതണം കേട്ടോ. സത്യജിത് റേ, ഞാൻ പറഞ്ഞ ഈ പാഠത്തിലെ ഓരോ ടോപ്പിക്കും വരുമ്പോ പറയുന്ന ക്വസ്റ്റ്യൻസ് എഴുതാം. നേരത്തെ ഞാൻ പറഞ്ഞൊരു നോട്ടീസ് കേട്ടോ. ഇപ്പൊ പറയുന്നത് എന്താണ്? ഒരു കോൺവെർസേഷൻ. ആര് തമ്മിലുള്ള കോൺവെർസേഷനാ? എല്ലാവരും നാളെ എഴുതണം ഒരു കോൺവെർസേഷൻ. സത്യജിത് റേ ആൻഡ് ദ മാനേജർ. He greeted us warmly and ordered South Indian coffee for us. The manager heard the reason for our visit, then sent for one Mr. Torrent. സത്യജിത് റേ ചെന്നു, മാനേജറും തമ്മിലുള്ള സംഭാഷണം. മാനേജർ തമ്മിലുള്ള ഇൻട്രൊഡക്ഷൻ ആണ്. എന്തിനാണ് അവർ ചെന്ന്, എന്താണ് ആവശ്യം എന്നൊക്കെ സത്യജിത് റേ ആരോട് പറയണം? മാനേജറിന്. അപ്പൊ മാനേജറും അയാളും തമ്മിലുള്ള കോൺവെർസേഷൻ എന്താണ്?
എന്തായിരിക്കും? ചെല്ലുമ്പോ തന്നെ അതിന് വോം വെൽക്കം ചെയ്യണം അല്ലേ? അവരെ സ്വീകരിക്കണ്ടേ? അങ്ങനെ സ്വീകരിക്കുമ്പോ സത്യജിത് റേ എന്തിനാ അവർ ചോദിക്കണേ, എന്താണ് നിങ്ങളുടെ പ്രശ്നം, എന്താണ് ആവശ്യം എന്ന് പറയുമ്പോ സത്യജിത് റേ പറയണം, ഇതൊക്കെയാണ് ഞങ്ങൾക്ക് ആവശ്യം, ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ടൈഗർ ഉണ്ട് ആവശ്യമുണ്ട്, ഞങ്ങളുടെ ഒരു ഫിലിമിനെ കുറിച്ച്. അപ്പൊ അവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു 4-5 എക്സ്പ്രഷൻ മതി. അത് കഴിഞ്ഞ് അടുത്തത് കോൺവെർസേഷൻ വരുന്നു. അടുത്ത ആള് വന്നു, മാനേജർ ആളെ വിട്ട് വരുത്തിച്ചു. ആരെയാണ്? മിസ്റ്റർ ടൊറാറ്റ്. മിസ്റ്റർ ടൊറാറ്റ് ആരായിരുന്നു? ഹി വാസ് ദ റിംഗ് മാസ്റ്റർ. റിംഗ് മാസ്റ്റർ ആയിട്ടുള്ള മിസ്റ്റർ ടൊറാറ്റ്. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ ആണ്, റിംഗ് മാസ്റ്ററുടെ ടൊറാറ്റും സത്യജിത് റേയും തമ്മിലുള്ള കോൺവെർസേഷൻ. ആ 2 കോൺവെർസേഷൻ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. മിസ്റ്റർ ടൊറാറ്റും സത്യജിത് റേയും തമ്മിലുള്ള കോൺവെർസേഷൻ. He turned out to be the ringmaster. He too was a South Indian. അയാളും ഒരു സൗത്ത് ഇന്ത്യൻ തന്നെയാണ്. ഒരു തമിഴ് മാനേജർ തമിഴിലാന്ന് പറഞ്ഞു അല്ലെ. ഇനി അതുപോലെ തന്നെയാണ് സൗത്ത് ഇന്ത്യൻ തന്നെയാണ് ആര്? മിസ്റ്റർ ടൊറാറ്റോ. പക്ഷെ അയാൾ പറയാണ് he too was a South Indian, very well built, നല്ല ആരോഗ്യമുള്ള മനുഷ്യൻ, with the features somewhat like those of a Nepali. പക്ഷെ അയാളുടെ ഫീച്ചർ ഒക്കെ കണ്ടാൽ അയാൾ ഏതുപോലെ തോന്നും? ഒരു നേപ്പാളിയുടെ പോലെ. നമുക്ക് പല നേപ്പാളീസിനെ നമ്മൾ കണ്ട അവരുടെ ആ മുഖം ഇതൊക്കെ നമുക്ക് ശരിക്കും കണ്ടാൽ അറിയാമെന്ന്. അപ്പൊ ഇവനെ കണ്ട ശരിക്കും ഒരു നേപ്പാളിയുടെ പോലെ. He was perhaps no more than 40. ഏകദേശം അയാളെ കാണുമ്പോൾ അറിയാം അയാൾ ഈസ് നോട്ട് മോർ ദാൻ 40. 40 വയസ്സിന് മുകളിൽ പോയിട്ടില്ല. He showed us an old scar. സ്കാർ എന്താ? വലിയൊരു അടയാളം, ഒരു പാട് കാണിച്ചു കൊടുക്കണം. ഹിസ് ഫോർഹാമിന് വലിയൊരു പാട് കാണിച്ചു കൊടുക്കാണ്. വിച്ച് ഹാഡ് ബീൻ കോസ്ഡ് ബൈ ദ ടൈഗർ. ഈ ടൈഗർ എന്നെ ആക്രമിച്ചതാണ് എന്ന് പറഞ്ഞ് വലിയൊരു പാടൊക്കെ കാണിച്ച് കൊടുത്തു. We told him what he wanted. അങ്ങനെ മിസ്റ്റർ ടൊറാറ്റിന്റെ അടുത്തും സത്യജിത് റേ എന്തിനാ നമ്മൾ മാനേജറിനോട് പറഞ്ഞ കോൺവെർസേഷനിലെ അത് തന്നെയാണ് മിസ്റ്റർ ടൊറാറ്റിനോട് പറയണേ. പക്ഷെ ടൊറാറ്റ് പറയുന്ന സമയത്ത് ടൊറാറ്റിന്റെ ഉത്തരം കുറച്ച് വ്യത്യാസമുണ്ട് അല്ലെ. എന്തൊക്കെ ചെയ്യാൻ, ഞാൻ എങ്ങനെയൊക്കെ കൊണ്ടുവരാം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അത് ആഡ് ചെയ്യണം നമ്മള്. We told him what we wanted. The shooting was taking place near Shiuri in Birbhum. ബിർഭൂമിലെ ഷിയൂരിലാണ്. അപ്പൊ എവിടെയാണ് ഷൂട്ടിംഗ് എന്ന് ചോദിക്കണം അല്ലെ. അപ്പൊ മിസ്റ്റർ ടൊറാറ്റ് ചോദിക്കണം ഷൂട്ടിംഗ് എവിടെയാണെന്ന്. ദ ഷൂട്ടിംഗ് വാസ്. അപ്പോ സത്യജിത് റേ മറുപടി പറയണം. അപ്പൊ ഇതൊക്കെ നിങ്ങൾക്ക് ആ പാരഗ്രാഫ് വായിച്ചാൽ കിട്ടുട്ടോ. പിന്നെ ഞാൻ നിങ്ങൾക്ക് എഴുതി തരാം കുറച്ചും കൂടി നന്നായിട്ടത്. പക്ഷെ നിങ്ങൾ തന്നെ ഒന്ന് എഴുതി നോക്കാം. അത് കഴിഞ്ഞിട്ട് ഞാൻ എഴുതി തരാം, അത് നമുക്ക് പഠിക്കാനായിട്ട്. അപ്പൊ ആദ്യം നിങ്ങൾ പാഠം വായിക്കുമ്പോൾ തന്നെത്താൻ ഒരു കോൺവെർസേഷൻ എഴുതിയില്ലാക്കാം. ദ ഷൂട്ടിംഗ് വാസ് ടേക്കിംഗ് പ്ലേസ് നിയർ ഷിയൂരി ഇൻ ബിർഭൂം. ബിർഭൂമിലെ ഷിയൂരി എന്ന് പറഞ്ഞ സ്ഥലം, നിയർ ഷിയൂരിക്ക് അടുത്തുള്ള ബിർഭൂമിലാണ് ഷൂട്ടിംഗ് നടക്കണേ എന്ന് പറഞ്ഞു. അപ്പൊ മിസ്റ്റർ ടൊറാറ്റ് ചോദിക്കണം where was the shooting അല്ലെ. where was the shooting is going to, എവിടെയാണ് നടത്താൻ പോണേ. അപ്പൊ പറയണം it was in the ബിർഭൂം നിയർ ഷിയൂരി. we wanted to show a tiger. അപ്പൊ ഇനി ചോദിക്കും ടൊറാറ്റ് ചോദിക്കണം what was the scene എന്താന്ന് ചോദിക്കണം അല്ലെ. അപ്പൊ അയാൾ മറുപടി പറയാണ് we wanted to show a tiger in a thick bamboo grove. ഒരു തിക്കായിട്ടുള്ള നല്ല തിക്കായിട്ടുള്ള ഇടതൂർന്ന് നിൽക്കുന്ന ഒരു ബാംബൂ ഗ്രോ, മുളങ്കാട്ടിലെ ഒരു നല്ല കട്ടിയിൽ വെച്ചാൽ നിറയെ മുളങ്കാട്ട് എന്നുവെച്ചാൽ മുളകൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു മുളങ്കാട്ടിൽ അതിലെ ഒരു ടൈഗർ ഇന്ന് പറയണം. ഇത്രയേ ഉള്ളൂ ഫിലിമിന്. all the animals was required to do all the animal ആകെ ചെയ്യേണ്ടത് ഇതേ ഉള്ളൂ. was required to do was to come out of the bamboo grove. ആ ബാംബൂ ഗ്രോവിൽ നിന്ന് ആ മുളങ്കാടിന്റെ ഉള്ളിൽ നിന്ന് ഇങ്ങോട്ട് വരണം. into an open space. എവിടേക്ക് വരണം? ഒരു കാട്, മുളകൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു മുളങ്കാട്. അതിന്റെ ഉള്ളിൽ നിന്ന് ആ ടൈഗറിങ് വന്ന് ഓപ്പൺ സ്പേസിൽ വന്നൊന്ന് നിൽക്കണം. എന്നിട്ട് പേസ് ജെന്റ്ലി ഫോർ എ വൈൽ. പേസ് ജെന്റ്ലി പേസ് ചെയ്യാം. ലുക്ക് നോക്കണം, ഒന്നങ്ങ് നോക്കണം. അപ്പൊ ഇതിനെ കാട്ടിക്കോടെ വന്ന് ഇവിടെ വന്ന് നിന്നു. എന്നിട്ടൊന്ന് ഓഡിയൻസിനെ നോക്കണം. എന്ന് വെച്ചാൽ അവിടേക്ക് നോക്കുക, അതൊന്ന് നേരെ നോക്കിയാൽ മതി. പേസ് ജെന്റ്ലി ഫോർ എ വൈൽ. ലുക്ക് അറ്റ് ദ ക്യാമറ ഇഫ് പോസിബിൾ. സാധ്യമാകുമെങ്കിൽ, നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഒന്ന് ആ ടൈഗറിനോട് എവിടേക്ക് നോക്കാൻ പറയണം? ക്യാമറയിലേക്ക്. അപ്പൊ നേരിട്ട് ഫിലിമിൽ ശരിക്കും നമുക്ക് കാണാൻ പറ്റില്ല. ക്യാമറയിലേക്ക് നോക്കുമ്പോ എന്താ ഉണ്ടാവുക? നേരെ അവരെ നോക്കണം പോലെ, ഓഡിയൻസിനെ നോക്കണം പോലെ ഓഡിയൻസിന് തോന്നില്ലേ? അപ്പോ ഒന്ന് വരിക, എന്നിട്ട് ഈ ഓപ്പൺ സ്പേസിൽ വന്നിക്കുക, എന്നിട്ടൊന്ന് ഇങ്ങനെ നോക്കുക നേരെ. പറ്റുമെങ്കിൽ ക്യാമറയിലേക്ക് ഒന്ന് നോക്കാൻ, if possible, and then go back. എന്നിട്ട് തിരിച്ചു പോയിക്കോട്ടെ, നേരെ കാട്ടിലേക്ക് തന്നെ തിരിച്ച് പോയിക്കോട്ടെ. Could a tiger from Bharat Circus do this job? അപ്പൊ സത്യജിത് റേ ചോദിക്കാണ്. ഇതൊക്കെ നമുക്ക് കോൺവെർസേഷനിൽ കിട്ടി, നല്ല നല്ല വേർഡ്സ് കിട്ടി അല്ലെ. എന്നിട്ട് ചോദിക്കാണ് നിങ്ങളുടെ ഭാരത് സർക്കസിലുള്ള ടൈഗറിന് ഇത് ചെയ്യാൻ പറ്റുമോ എന്ന്. മിസ്റ്റർ ടൊറാറ്റ് നോഡഡ് തലയാട്ടി പറ്റുമെന്ന്. How long will you need it for?
ചോദിക്കാണ് മിസ്റ്റർ തോററ്റ് അടുത്ത ചോദ്യമാണ്. എന്താണ്? ഹൗ ലോങ് വിൽ യു നീഡ് ഇറ്റ് ഫോർ? എത്ര സമയത്തേക്ക് വേണം, അല്ലെങ്കിൽ എത്ര ദിവസത്തേക്ക് വേണം, എത്ര നേരത്തേക്ക് നിങ്ങൾക്ക് ഈ ടൈഗറിന് ആവശ്യമുണ്ട്? ആസ് ദ മാനേജർ. അത് മാനേജറാണ് ചോദിക്കുന്നത് കേട്ടോ. പെർഹാപ്സ് എ കപ്പിൾ ഓഫ് അവേഴ്സ് ഫോർ ദ ഷൂട്ടിംഗ്. എത്ര മതി? എ കപ്പിൾ ഓഫ് അവേഴ്സ്. അവർ എന്താ? മണിക്കൂർ. കപ്പിൾ ഓഫ് അവേഴ്സ് രണ്ട് മണിക്കൂർ ഉണ്ടാവുള്ളൂ ഷൂട്ടിംഗ്. ആ ടൈഗർ ഒന്ന് നടന്നു വന്നും ഇങ്ങനെ ഒന്ന് നിൽക്കണം, എന്നിട്ട് തിരിച്ചു പോകണം. ഇത്രയേ ഉള്ളൂ അല്ലേ? 2 മണിക്കൂർ. ഐ റിപ്ലൈ ബട്ട് ദാറ്റ് വുഡ് ബി ഇൻ അഡീഷൻ ടു ദ. പക്ഷെ ഈ 2 മണിക്കൂർ മതി ടൈഗർ അവിടെ. പക്ഷെ 2 മണിക്കൂർ എന്ന് പറഞ്ഞാൽ ടൈഗറിനെ അവിടെ നിന്ന് കൊണ്ടുവരണം അല്ലേ? ഷൂട്ടിംഗ് നടക്കുന്ന സ്ഥലത്തേക്ക് തിരിച്ചു കൊണ്ടുപോകണം. ആ സമയം പെടില്ലേന്ന്. But that would be in addition to the time it will take to travel to and from Shiuri. ഷിയൂരിയിലേക്ക് കൊണ്ടുവരണം, ഷിയൂരിയിൽ നിന്ന് തിരിച്ച് കൊണ്ടുപോകണം. ആ 2 സമയവും പിന്നെ ഇവിടെയുള്ള 2 മണിക്കൂറും അത് ടോട്ടൽ കണക്ക് കൂട്ടിക്കൊള്ളാൻ. On being told that the travel itself should take no more than 2 days. എത്ര ദിവസം പിടിക്കും? യാത്രയ്ക്ക് 2 ദിവസം, അതിലും കൂടില്ല എന്ന്. The manager agreed to put the tiger in his cage. കേജിൽ കൊണ്ടുവരാമെന്ന്, വലിയ കൂട്ടിൽ കൊണ്ടുവരാമെന്ന് പറഞ്ഞു. ആൻഡ് സെൻഡ് ഇറ്റ് ഇൻ എ ലോറി. എങ്ങനെ കൊടുത്തയക്കാന്ന് പറഞ്ഞു? ഒരു വലിയൊരു കൂട് ലോറിയിൽ കയറ്റിയിട്ട് ടൈഗറിനെ കൊണ്ടുവരുമെന്ന്. ഹി ഇൻവൈറ്റഡ് us to take a look at the tiger. എന്നിട്ട് പറഞ്ഞ എന്താണ്? ടൈഗറിനെ കാണാൻ പോകാമെന്ന് പറയുകയാണ്. അവര് അങ്ങനെ സത്യജിത് റേനെ കൊണ്ട് ടൈഗറിന്റെ അടുത്തേക്ക്, ടൈഗറിനെ കാണിച്ചു തരാം, ഏത് ടൈഗറിനെ ഞാൻ കൊണ്ടുവരാന്നുള്ളത് ഞാൻ കാണിച്ചു തരാമെന്ന്. ഡു യു തിങ്ക് ഇറ്റ് വുഡ് ഗോയിങ് ടു ബി ഈസി ടു സെറ്റ് ദ ആനിമൽ ഫ്രീ ഇൻ ദ ബാംബൂ ഗ്രൂവ്? ഐ കുഡിന്റ് ഹെൽപ്പ് ആസ്കിങ്. ഇങ്ങനെ നടക്കാണ് കേട്ടോ, ടൈഗറിനെ കാണാൻ പോവാണ്. ആ സമയത്ത് സത്യജിത് റേ പറയാണ്, ഐ കുഡിന്റ് ഹെൽപ്പ് ആസ്കിങ്. ചോദിക്കാതിരിക്കാൻ എനിക്ക് സാധിച്ചില്ല എന്ന്. എന്ത് ചോദിക്കാതിരിക്കാൻ? അയാൾ അറിയാതെ അയാളുടെ ഉള്ളിൽ നിന്ന് ഒരു ചോദ്യം വന്നു. ഒരിക്കലും ചോദിക്കാൻ പാടില്ലാത്ത ചോദ്യമായിരുന്നു, പക്ഷെ എനിക്ക് സാധിച്ചില്ല എന്ന് ചോദിക്കാതിരിക്കാൻ. എന്ന് വെച്ചാൽ ഞാൻ അറിയാതെ ചോദിച്ചു പോയി. ഇതാ, ഡു യു തിങ്ക് ഇറ്റ് ഈസ് ഗോയിങ് ടു ബി ഈസി? ഈസി ആണോ, എളുപ്പമാണോ എന്ന്? എന്താണ്? ടു സെറ്റ് ദ ആനിമൽ ഫ്രീ ഇൻ ദ ബാംബൂ ഗ്രൂവ്. ഒരു ബാംബൂ ഗ്രൂവിന്റെ ഉള്ളിൽ നമ്മൾ വിടണമെന്ന് പറഞ്ഞല്ലേ? ആ മുളങ്കാട്ടിന്റെ ഉള്ളിൽ നിന്ന് ടൈഗർ ഇങ്ങനെ വന്ന് ഇവിടെ നിൽക്കണം, എന്നിട്ട് തിരിച്ചു മുളങ്കാട്ടിലേക്ക് പോകണം. അപ്പൊ ഒരു മുളങ്കാട്ടിന്റെ ഉള്ളില് നിങ്ങളുടെ ടൈഗറിനെ സേഫ് ആയിട്ട് അഴിച്ചുവിടാൻ പറ്റുമോ? നിങ്ങൾ പറഞ്ഞാൽ നിങ്ങളുടെ ടൈഗർ കേൾക്കോ? അത് അവിടെ നിന്ന് ഓടിപ്പോകുമോ? എന്തെങ്കിലും സംഭവിക്കുമോ എന്ന്? ഡു യു തിങ്ക് ഇറ്റ്സ് ഗോയിങ് ടു ബി ഈസി ടു സെറ്റ് ദ ആനിമൽ ഫ്രീ ഇൻ ദ ബാംബൂ ഗ്രൂവ്? ഐ കുഡിന്റ് ഹെൽപ്പ് ആസ്കിങ്. ചോദിക്കാതിരിക്കാൻ എനിക്ക് സാധിച്ചില്ല എന്ന്. മിസ്റ്റർ തോററ്റ് ഫ്രൗണ്ട്. ഇത് കേട്ട വഴിക്ക് അയാളൊന്ന് നെറ്റിയെ ചുളിച്ചു. നമ്മൾ എപ്പോഴാ നെറ്റി ചുളിക്കുക? ഇഷ്ടമില്ലാത്തൊരു ചോദ്യം, അതൊരിക്കലും അയാൾക്ക് അറിയാൻ പാടില്ല, ഉത്തരം അറിയില്ല. അതുകൊണ്ട് അയാൾ നെറ്റി ചുളിച്ചുകൊണ്ട് പറയണേ, ഐ ആം നോട്ട് ഷുവർ. എനിക്ക് ഉറപ്പൊന്നുമില്ല. എന്റെ ടൈഗർ ഞാൻ പറഞ്ഞത് കേൾക്കുമെന്ന് എനിക്ക് ഉറപ്പില്ല, കാരണം ഞാൻ ഇതുവരെ ടൈഗറിനെ ഒറ്റയ്ക്ക് പുറത്തേക്ക് വിട്ടിട്ടില്ല എന്ന്. ഐ ഹാവ് നെവർ ലെറ്റ് ഹിം ഔട്ട് ഓഫ് ഹിസ് കേജ് ഓഫ് ഹിസ് ഓൺ. അവന്റെ കേജിന്റെ ഉള്ളിൽ ഞാൻ ഇതുവരെ അവനെ പുറത്തേക്ക് വിട്ടിട്ടില്ല. അപ്പൊ ഷൂട്ടിങ്ങിന് വരുമ്പോ ഈ ടൈഗർ ഇത് സമ്മതിക്കോ എന്ന് എനിക്കറിയില്ല എന്ന്. ടൈഗർ കാട്ടിൽ അയച്ചു വിടുന്ന സമയത്ത് ഈ ടൈഗർ ഞാൻ പറയുന്നത് കേൾക്കോ എന്ന് എനിക്കറിഞ്ഞുകൂടാ എന്ന്. സോ റിയലി ഐ ഡോണ്ട് നോ. അതുകൊണ്ട് എനിക്കറിയില്ല, ഞാൻ ഇതുവരെ അഴിച്ചു വിട്ടിട്ടില്ല, അതുകൊണ്ട് എനിക്കറിയില്ല. വാട്ട് ഓൾ അവർ. ഇത് കേട്ടതേ സത്യജിത്തിലേക്ക് ആകെ വിഷമമായി. കാരണം എന്താണ്? വാട്ട് were all our plans, നമ്മുടെ എല്ലാ പ്ലാൻസും going to go down the drain. ഡ്രെയിനിലേക്ക് പോവുകയാണെന്ന് വെച്ചാൽ എന്താണ്? പൊളിഞ്ഞു പോവുകയാണെന്ന്, ഇല്ലാണ്ടായി പോ, നമ്മുടെ എല്ലാ പദ്ധതികളും പൊളിഞ്ഞു പോയോ എന്ന്. കാരണം ഇത്രയും നേരം ഈ സർക്കസിൽ നിന്ന് ടൈഗറിനെ കൊണ്ടുപോകാന്ന് വിചാരിച്ചാലേ ആവശ്യമില്ലാത്തൊരു ചോദ്യം സത്യജിത് റേ തന്നെ ചോദിച്ചു എന്ന്. സത്യജിത് റേ പറയാണ്, എനിക്ക് നിയന്ത്രിക്കാൻ സാധിച്ചു, ഞാൻ അറിയാതെ ചോദിച്ചു പോയി. ചോദിച്ച ചോദ്യത്തിന് മറുപടി കിട്ടിയത് അതിനേക്കാളും വിഷമിപ്പിക്കുന്ന ഒരു ചോദ്യമായിരുന്നു. മിസ്റ്റർ തോററ്റ് പറയണേ, എനിക്ക് ഉറപ്പില്ല ടൈഗർ എന്താ ചെയ്യാന്ന്. കാരണം ഇതുവരെ ഞാൻ എന്റെ അതിന്റെ കൂട്ടിൽ നിന്ന് ആ ടൈഗറിന്റെ കൂട്ടിൽ നിന്ന് ടൈഗറിനെ ഞാൻ ഇതുവരെ പുറത്തു വിട്ടിട്ടില്ല. അപ്പൊ ആ ടൈഗർ കാട്ടിൽ അഴിച്ചുവിടുമ്പോ എന്താ ചെയ്യാന്ന് എനിക്കറിയില്ല എന്ന്. ഇത് കേട്ടതേ സത്യജിത് റേക്ക് ആകെ വിഷമം തോന്നാണ്. നമ്മുടെ എല്ലാ പദ്ധതിയും പൊളിഞ്ഞോ, നമ്മുടെ എല്ലാ പ്ലാനും പോയോ എന്ന്. How could we let the tiger's trainer? എങ്ങനെ നമ്മൾ ടൈഗറിനെ be seen with animal? ഒരു ആനിമൽ നമ്മൾ പറയണേ, പട്ടിനെ പിടിച്ച ഒരാൾ നടന്നു വരുന്ന പോലെ ഒരു ടൈഗറിനെ പിടിച്ച് ഫിലിമിൽ ഒരാൾ നടന്നു വരുന്ന നമുക്ക് ഫിലിമിൽ പിടിക്കാൻ പറ്റുമോ?
അതിൽ ചോദിക്കാണ് എങ്ങനെയാണ് ഹൗ കുഡ് ബി ലെറ്റ് എ ടൈഗേഴ്സ് ട്രെയിനർ, ഒരു ടൈഗർ വരുന്ന രംഗത്തിന് വേണ്ടിയിട്ട് അതിന്റെ കൂടെ അയാളുടെ ട്രെയിനറും കൂടി വരുന്നുണ്ടെങ്കിൽ ഫിലിമിൽ എന്ത് പെർഫെക്റ്റ് ആയിട്ടുണ്ടാവുന്നത്, ടു ബി സീൻ വിത്ത് ദ ആനിമൽ, ആനിമലിന്റെ കൂടെ ആ ആനിമലിന്റെ ട്രെയിനറും കൂടി വരിക എന്ന് പറഞ്ഞാൽ ഒരു ഭംഗിയും ഉണ്ടാവില്ല. ഹൗ കുഡ് ഗുപ്പി ആൻഡ് ബഗ്ഗ, ഇനി അതുമല്ല ഈ ടൈഗർ ഒറ്റയ്ക്ക് വരുന്ന കണ്ടാലല്ലേ ഗുപ്പിയും ബഗ്ഗയ്ക്കും പേടിച്ച് സ്തംഭിച്ച് നിൽക്കാൻ പറ്റുള്ളൂ. അവർക്ക് ശരിക്കും പേടിക്കണമെങ്കിൽ എന്ത് വേണം, ടൈഗർ ഒറ്റയ്ക്ക് വരണം. അപ്പോ ഈ ഒരു ട്രെയിനറിന്റെ കൂടെയാണ് ഗുപ്പിയും ടൈഗർ വരണമെങ്കിൽ ഗുപ്പിയും ബഗ്ഗയും ഇത് കണ്ടു കഴിഞ്ഞാൽ പേടിക്കാനൊന്നും പോണില്ല, കാരണം ആ ട്രെയിനർ കൊണ്ടുവന്ന് ഇങ്ങനെ കൊടുക്കും. അപ്പൊ ഗുപ്പിയും ബഗ്ഗയ്ക്കും കുറെ സ്ട്രെയിൻ വരികയാണ്. ഹൗ കുഡ് ഗുപ്പി ആൻഡ് ബഗ്ഗ ബി പെട്രിഫൈഡ്, ടെറിഫൈഡ്, പേടിക്കാം. അവരെങ്ങനെ പേടിക്കുമെന്ന്, വിത്ത് fear if supposedly ferocious animal was accompanied by a man. Is supposedly ferocious. സപ്പോസ് ചെയ്യണം, നമ്മള് സങ്കല്പിക്കുകയാണ് ഈ ടൈഗർ എന്ന് പറഞ്ഞാൽ വലിയൊരു ഫെറോഷ്യസ് ആനിമൽ, പേടിപ്പെടുത്തുന്ന ഒരു ഭീകര ജീവിയായിട്ടാണ് സിനിമയിൽ കാണിക്കുന്നത്. ഇവിടെ ഈ ടൈഗർ എന്ന് പറഞ്ഞാൽ സർക്കസിനെ ട്രെയിൻ ചെയ്ത ടൈഗറാണ്. പക്ഷെ ഫിലിമിൽ ഈ ടൈഗറെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് കാട്ടിക്കൂടെ വരുന്ന ഒരു ഭീകര ജീവി അല്ലെ, ഒരു സപ്പോസ് ചെയ്യുന്നത് ഒരു ഫെറോഷ്യസ് ആനിമൽ ആണ്. ഈ ഇങ്ങനെയുള്ള ഫെറോഷ്യസ് ആനിമലിന്റെ കൂടെ അക്കമ്പനീഡ് ബൈ ദ മാൻ, ഒരു മനുഷ്യൻ അതിനെ കൊണ്ടുവന്ന കണ്ടാൽ ആരാ പേടിക്കാന്ന്. നമ്മുടെ സീൻ ഇവിടെ എന്താണ്, ഗുപ്പിയും ബഗ്ഗയും രണ്ടുപേരും വരികയാണ്. രണ്ടുപേരും വന്നു, അവർ രണ്ടുപേരും ബാനിഷ്ഡ് പീപ്പിൾ ആണ്. അവർ കാട്ടിൽ വെച്ച് കണ്ടുമുട്ടി. അങ്ങനെ രണ്ടുപേരും കണ്ടുമുട്ടി അവരിങ്ങനെ നടക്കുകയാണ്, അല്ലെങ്കിൽ അവരൊരു സ്ഥലത്ത് നിൽക്കുമ്പോഴാണ് ഒരു ടൈഗറിനെ കണ്ട് പേടിക്കണ ഒരു രംഗം. അപ്പോ ഈ ടൈഗറിനെ ഒരു മനുഷ്യൻ കൊണ്ടുവരുന്ന കണ്ടാൽ ഇവർക്ക് പേടി വരുമോ? ഇവർക്ക് പേടി വരില്ല. അപ്പൊ അത് ഷൂട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാവും. നോ, വി കുഡ് നോട്ട് അലൗ ദാറ്റ് ടു ഹാപ്പൻ. അതൊരിക്കലും പറ്റില്ല. അങ്ങനെ ഒരു ട്രെയിനറിന്റെ കൂടെ ഒരു ടൈഗർ വരാൻ പറ്റില്ല. അപ്പൊ എങ്ങനെയൊക്കെയും നമ്മുടെ പ്ലാനൊക്കെ പോയി. കാരണം നമുക്ക് ഒരിക്കലും പറ്റില്ല ഇത്. കാരണം ഒരു ട്രെയിനറിന്റെ കൂടെ ഒരു ടൈഗർ വരാൻ പറ്റില്ല. അങ്ങനെ നമുക്ക് സിനിമയിൽ പിടിക്കാൻ പറ്റില്ല. മിസ്റ്റർ തോറട്ട് ഫൗണ്ട് ദ സൊല്യൂഷൻ. അങ്ങനെ ഒരു വിഷമിച്ച് നിൽക്കുന്ന സമയത്ത് അതിനും സൊല്യൂഷൻ കണ്ടുപിടിച്ചത് മിസ്റ്റർ തോറട്ട് തന്നെയാണ്. മിസ്റ്റർ തോറട്ട് ഒരു സൊല്യൂഷൻ പറയാണ്, ഒരു പരിഹാരം പറഞ്ഞു. എന്താണ്? I will tie a wire round the tiger's neck. ഞാൻ എന്ത് ചെയ്യാം? ഞാൻ കൂടെ വരുന്നില്ല, ഞാൻ എന്ത് ചെയ്തോളാം? I will tie a wire round the tiger's neck. ടൈഗറിന്റെ നെക്കിലെ കഴുത്തിൽ കൂടെ ഞാൻ എന്ത് ചെയ്യാമെന്ന്, ഒരു ടൈഗറിന്റെ കഴുത്തിൽ കൂടെ ഒരു വയർ പിടിച്ച് ഞാൻ കെട്ടാമെന്ന്. അല്ലെ, ഞാൻ അങ്ങനെ ഒരു വയർ കെട്ടിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? നമ്മൾ പറയും ഒരു ചരടിട്ട് കെട്ടാമെന്ന്. ഇറ്റ് വിൽ ബി തിൻ, പക്ഷെ നല്ല കട്ടി വന്നത് സിനിമയിൽ കാണാൻ പാടില്ല. ടൈഗറിന്റെ കഴുത്തില് ഒരു കയറ് പിടിച്ച് വലിച്ച നല്ല കട്ടിയുള്ള കയറ് ഞാൻ ശരിക്കും ഇങ്ങനെ ഫിലിമിൽ കാണില്ലേ. പക്ഷെ അത് കാണാതെ കട്ടി കുറഞ്ഞത്, ബട്ട് സ്ട്രോങ്, പക്ഷെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള നല്ല ശക്തിയുള്ള ഒരു കയറ് ഞാൻ കെട്ടിക്കൊള്ളാമെന്ന്. ഇഫ് ദ വയർ വാസ് തിൻ ഇനഫ്, ഇനി ആ വയർ തിൻ ഇനഫ് ആണെങ്കിൽ, തിൻ നല്ല കട്ടി കുറഞ്ഞതാണെങ്കിൽ പെർഹാപ്സ് ഇറ്റ് വുഡ് റിമെയിൻ ഇൻവിസിബിൾ ഇൻ ദ ക്യാമറ. അപ്പൊ അത് എന്ത് ചെയ്യാം? ക്യാമറയിൽ കാണില്ല അല്ലെ, ക്യാമറയിൽ അത് ഇൻവിസിബിൾ ആയിക്കൊള്ളുമെന്ന്. ബട്ട് ഇറ്റ് വാസ് ലൈക്ലി ദാറ്റ് ദ ഹെയർ ഓൺ ദ ടൈഗേഴ്സ് നെക്ക് വുഡ് ബി ഫ്ലാറ്റൻഡ് ബൈ ദ ഫയർ. പക്ഷെ അവിടെയും ഒരു പ്രോബ്ലം വരികയാണ്. ഒരു കയറെടുത്ത് കെട്ടിക്കോളാം എന്ന് പറഞ്ഞു. നമ്മളിപ്പോ നമ്മുടെ വീടുകളിൽ നമ്മൾ വളർത്തുപട്ടികൾ കാണാം ഇല്ലേ? വളർത്തുപട്ടികളുടെ കഴുത്തിൽ നമ്മൾ ബെൽറ്റ് ഇടും. ബെൽറ്റ് ഇടുമ്പോ എന്താ സംഭവിക്കാം? ഇങ്ങനെ ബെൽറ്റ് ഇടുന്ന ഈ വശത്ത് അവിടുത്തെ രോമം ഇങ്ങനെ പതിഞ്ഞു പോയില്ലേ, പതിഞ്ഞിരിക്കാം ബെൽറ്റിന്റെ അവിടെയുള്ളത്. അപ്പൊ അതുപോലെ ഇത് ഫിലിമിൽ കാണും, ഒരു ചരട് ഇങ്ങനെ കഴുത്തിക്കോടെ ഇങ്ങനെ ഇട്ടിട്ട് വലിക്കുന്നുണ്ടെങ്കിൽ ചരട് കാണില്ല, തിന്നായിട്ടുള്ളതായിരിക്കും. പക്ഷെ അവിടുത്തെ രോമങ്ങൾ എന്ത് സംഭവിക്കും? ഇങ്ങനെ പതിഞ്ഞിരിക്കുന്നുണ്ടാവും അല്ലെ. അപ്പൊ അതൊരു പ്രോബ്ലം അല്ലേ. ബട്ട് ഇറ്റ് വാസ് ലൈക്ലി ദാറ്റ് ഹെയർ ഓൺ ദ ടൈഗേഴ്സ് നെക്ക് വുഡ് ബി ഫ്ലാറ്റൻഡ് ബൈ ദ വയർ. ആ വയർ കാരണം, ആ വയർ കൊണ്ട് ഇങ്ങനെ കെട്ടുന്ന സമയത്ത് ആ വയർ കാരണം അവിടുത്തെ രോമങ്ങൾ പതിഞ്ഞിങ്ങനെ പോയിട്ടുണ്ടാവും, ഫ്ലാറ്റൻ ചെയ്തിട്ടുണ്ടാവും. which would give the whole thing away. അപ്പോഴും പ്രോബ്ലം ആയി അല്ലെ. കാരണം എല്ലാ കാര്യവും അവതാരത്തിലായി. കാരണം എല്ലാവർക്കും അറിയാൻ പറ്റും, ചരട് കാണുന്നില്ലെങ്കിലും രോമം ഇങ്ങനെ പതിഞ്ഞിരുന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനതിന്റെ പെർഫെക്ഷൻ ഇല്ല. അപ്പൊ വീണ്ടും പ്രശ്നമായി.
ആ പ്രശ്നത്തിനും പരിഹാരം കാണുകയാണ്. വാട്ട് ഇഫ് യു വുഡ് ഫൈൻഡ് എ കോളർ മെയ്ഡ് ഓഫ് ടൈഗർ സ്കിൻ. അപ്പൊ നമുക്ക് അടുത്തത് അതുകൊണ്ട് ആ പ്രശ്നം നമ്മൾ പരിഹരിക്കാം. എങ്ങനെയാണ് പ്രശ്നം പരിഹരിക്കുക? ഒരു കോളർ വെക്കാമെന്ന്. ഇങ്ങനെ കഴുത്തിക്കൂടെ ചരട് കെട്ടാം. എന്നിട്ട് ആ ചരട് കെട്ടുമ്പോ ഇവിടെ രോമം പതിഞ്ഞു പോയില്ലേ, ആ പതിഞ്ഞു പോകുന്ന രോമങ്ങൾ പതിഞ്ഞു പോയ ആ സ്ഥലത്ത് ഒരു കോളർ ഇങ്ങനെ വെക്കുക. ആ കോളർ ബെൽറ്റ് ആയിട്ട് ഇങ്ങനെ കെട്ടുകയാണ്. അതുമേ ടൈഗറിന്റെ സ്കിൻ ഇങ്ങനെ പതിപ്പിച്ചിട്ടുണ്ടാവും. What if we found a collar made of tiger skin? Fix the wire to this collar. എന്നിട്ട് എന്ത് ചെയ്യണം? ഈ കോളർമളായിരിക്കണം ആ വയറ് ഇത് ചെയ്യേണ്ടത്. ആൻഡ് ദെൻ ടൈ ഇറ്റ് റൗണ്ട് ദ ടൈഗേഴ്സ് നെക്ക്. എന്നിട്ട് ടൈഗറിന്റെ കഴുത്തിൽ കെട്ടാം. അപ്പൊ ഒരു പ്രോബ്ലം സോൾവ് ചെയ്തു അല്ലെ? എങ്ങനെയാണ്? ആദ്യം അത് വന്ന് കയറ് കെട്ടാം. കയറ് കെട്ടുമ്പോ എന്ത് സംഭവിക്കും? രോമം ഇങ്ങനെ പതിഞ്ഞു പോകും. പതിഞ്ഞു പോകുമ്പോ അവിടെ ശരിക്കും കാണാൻ സാധിക്കും. കഴുത്തിൽ എന്തോ കെട്ടിയ പോലെ കാണാനായിട്ട് സാധിക്കും. എന്തോ കഴുത്തില് കെട്ടിയതുപോലെ കാണുന്ന സമയത്ത് എന്താണ് അതിന് പരിഹാരം അവരെങ്ങനെയാ കാണുന്നത്? ഒരു കോളർ വെക്കാമെന്ന്. ആ കോളറിനെ ടൈഗറിന്റെ സ്കിന്ന് ഒട്ടിച്ചിട്ടുണ്ടാകും. അപ്പൊ അതിങ്ങനെ മുകളിലാവുമ്പോ ആ പതിഞ്ഞ രോമത്തിന്റെ മുകളിൽ അത് വരുന്ന സമയത്ത് ശരിക്കും ടൈഗറിന്റെ കഴുത്ത് പോലെ തന്നെ തോന്നിക്കോളുമെന്ന്. അപ്പൊ നമുക്ക് പ്രോബ്ലം ഇവിടെ അവസാനിക്കും എന്ന് മിസ്റ്റർ തോറട്ട് പറയണം. അപ്പൊ ഇവിടെ പ്രോബ്ലംസ് ഉണ്ടായി. ആ പ്രോബ്ലം സോൾവ് ചെയ്യാനും അവര് തീരുമാനിച്ചു. അപ്പൊ നമ്മൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ് നമ്മളിവിടെ അവസാനിക്കുകയാണ്. അടുത്ത ഭാഗം നമ്മൾ അടുത്ത സെഷനിലേക്ക്